കുട്ടിക്കാലത്ത് മാതാപിതാക്കളിൽ നിന്നും കേട്ട കഥകൾ അവരുടെ ജീവിതത്തെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു വിശുദ്ധ വ്യക്തിത്വമാണ് ഇറ്റലിയിലെ ആഞ്ചലേയ മെർസി. മാർച്ച് 21 ഇറ്റലിയിലെ ഒരു സാധാരണ കുടുംബത്തിലെ ജിയോവാനി കാതറിൻ ദമ്പതികൾക്ക് ജനിച്ച കുഞ്ഞാണ് ആഞ്ചലേയ മെർസി. ഈ അപ്പൻ്റെയും അമ്മയുടെയും പ്രത്യേകത മക്കളെ ദൈവസ്നേഹത്തിലും ഭക്തിയിലും വളർത്തുക എന്നുള്ളതാണ്. അവർ ജീവിതത്തിൽ മാതൃകകൾ നൽകി, പ്രവർത്തിച്ചും നൽകി, പറഞ്ഞും നൽകി. തണുപ്പുള്ള പ്രദേശമായതുകൊണ്ട് അവരിങ്ങനെ ഒരുമിച്ച് തീ കൂട്ടി അതിന് ചുറ്റും തീ കാഞ്ഞിരിക്കും. അപ്പോഴെല്ലാം ഈ അപ്പൻ ചെയ്യുക, അപ്പൻ തൻ്റെ കയ്യിൽ വേദഗ്രന്ഥങ്ങൾ പിടിക്കും. മക്കൾക്ക് വിശുദ്ധരുടെ കഥകൾ പറഞ്ഞു കൊടുക്കും. എല്ലാ ദിവസവും ഏതെങ്കിലും വിശുദ്ധരുടെ ചരിത്രം പറയും. രക്തസാക്ഷികളുടെ ചരിത്രം പറയും, സഭയുടെ ചരിത്രം പറയും, വേദഗ്രന്ഥ ഭാഗങ്ങൾ പറഞ്ഞു കൊടുക്കും. വിശുദ്ധിയിൽ അങ്ങനെ ജീവിക്കണം, ഏതാണ് ശ്രേഷ്ഠകരമായ ജീവിതം എന്നെല്ലാം ഈ അപ്പനും അമ്മയും പറഞ്ഞു കൊടുക്കും. ഇത് കേട്ടാണ് മക്കൾ വളരുക, വളരെ സന്തോഷത്തോടു കൂടെ. ചെറുപ്പത്തിലെ അതുകൊണ്ട് ഉള്ളിലൊരു ദൈവത്തോടുള്ള അഗാധമായ സ്നേഹം, ഈശോയോടുള്ള വലിയ ഒരു ഭക്തി തനിയെ വളർന്നു വന്നു. അത് മാതാപിതാക്കളിൽ നിന്നാണ് കിട്ടിയത്. അതുകൊണ്ട് 5 വയസ്സുള്ളപ്പോഴൊക്കെ വീട്ടിൽ ക്രൂശിത രൂപത്തിൻ്റെ മുൻപിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുക പതിവാണ്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഒരു ലളിത ജീവിതത്തിനുള്ള ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് വെറുതെ പായയിൽ നിലത്തൊക്കെ ഇങ്ങനെ കിടന്നുറങ്ങും കൊച്ച്. ക്രൂശിതൻ്റെ മുമ്പിൽ അഗാധമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അന്നേ ചോദിക്കും, ഞാൻ എന്താ ചെയ്യണ്ടേ? അങ്ങേക്കിഷ്ടം ഞാൻ എന്ത് ചെയ്യുന്നതാണ്? അങ്ങനൊരു ശീലം ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. മക്കളെ ഭക്തിയിൽ ഇങ്ങനെ വളർത്തി കൊണ്ടുവന്ന് സ്നേഹത്തിൽ ഈ കുടുംബം മുന്നോട്ട് പോകുമ്പോൾ അധ്വാനിക്കും. കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് പാരൻസിന് നന്നായിട്ട് അധ്വാനിക്കേണ്ടി വന്നു. അത് അധ്വാനിച്ചു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് അപ്പന് അസുഖം വരികയാണ്. കുട്ടികൾ ചെറുതാണ്, 5-10 വയസ്സ് പ്രായം. അപ്പൻ തൻ്റെ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ ഈ കുഞ്ഞിന് മനസ്സിലായി, കുഞ്ഞ് ആഞ്ചലോയ്ക്ക് മനസ്സിലായി, അപ്പൻ മരിക്കാറായി. മരണം എന്താണെന്നൊന്നും അറിയില്ലെങ്കിലും എന്തോ തോന്നി, സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. അപ്പോൾ ഈ കൊച്ചാണ് അപ്പൻ്റെ അടുത്തിരുന്ന് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞത് എന്നാണ് ചരിത്രത്തിൽ പറയുക. അപ്പോൾ സ്വർഗത്തിലെ ഈശോ കാത്തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അപ്പൻ്റെ കൈ പിടിച്ചു നിത്യയാത്രയ്ക്ക് അപ്പനെ ഒരുക്കി, മക്കളും കൂടെ. അപ്പൻ്റെ മരണശേഷം അമ്മയും മറ്റു മക്കളും അഞ്ജലിയൊക്കെ കൂടെ സന്തോഷമായിട്ട് തന്നെ ജീവിതത്തിൽ മുന്നേറുകയാണ്. ഒരു ചേച്ചി വളരെ സുഹൃത്തായിട്ട് ഒപ്പത്തിനൊപ്പം കൂടെയുണ്ട്. എല്ലാം പങ്കുവെക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നത് ആ ചേച്ചിയോടൊപ്പമാണ്. ഈ ചേച്ചിക്ക് പെട്ടെന്നൊരു അസുഖം വന്ന് വിചാരിക്കാതെ പെട്ടെന്ന് മരിക്കുകയാണ്. ചേച്ചിയുടെ മരണം ഈ കുഞ്ഞ് ആഞ്ചലേക്ക് വളരെ വിഷമമായി. നിത്യയാത്രയ്ക്ക് ഒരുങ്ങുന്നതിന് മുൻപ് അന്ത്യകുദാശ സ്വീകരിക്കണമെന്ന് കേട്ടിട്ടുണ്ട്. അതിനുള്ള സമയം കിട്ടിയില്ല ചേച്ചിക്ക്. അതുകൊണ്ട് കുഞ്ഞിന് വിഷമം, എൻ്റെ ചേച്ചിക്ക് സ്വർഗം ലഭിക്കുമോ എന്ന്. അപ്പോൾ കൊച്ചറിയാവുന്ന ഭാഷയിലൊക്കെ ആത്മാക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലൊരു സ്വപ്നം കണ്ടു. സ്വർഗത്തിൽ നിന്ന് വിശുദ്ധരും ചേച്ചിയും കൂടെ മലാഖമാരോടുകൂടെ അകമ്പടിയോടുകൂടെ ആരവത്തോടുകൂടെ സ്വർഗത്തിൽ നിന്ന് വരുന്നതായിട്ടുള്ള ഒരു ദർശനം. ചേച്ചി മാലാഖമാരെല്ലാവരും സന്തോഷത്തോടു കൂടി വന്ന് ആഞ്ചലയുടെ മുമ്പിൽ നിന്നു. മോളെ ആഞ്ചല, ഞാൻ സ്വർഗീയ സന്തോഷം അനുഭവിക്കുന്നു. നിന്നെക്കുറിച്ചും ദൈവത്തിനൊരു പ്ലാനുണ്ട്, അത് പൂർത്തിയാക്കണം. ഇത് പറഞ്ഞിട്ട് സ്വർഗത്തിൻ്റെ ദർശനം അപ്രത്യക്ഷമായി. അതോടുകൂടി ഉറപ്പായി തൻ്റെ ചേച്ചി സ്വർഗത്തിലാണ്. അന്ന് മുതൽ തൻ്റെ ജീവിതവും ദൈവത്തിനായിട്ട് സമർപ്പിക്കണമെന്നുള്ള വലിയൊരാഗ്രഹം ആഞ്ചലയുടെ മനസ്സിൽ വന്നു. മുന്നോട്ട് തനിക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്ത്, കൊച്ചു കൊച്ചു കാര്യങ്ങളെല്ലാം വീട്ടിലെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് തൻ്റെ അമ്മയ്ക്കും അസുഖം പിടിപെടുകയാണ്. അപ്പോൾ ആഞ്ചലയ്ക്ക് ഏകദേശം 18 വയസ്സായി. അതിനു മുമ്പ് അമ്മ ഇങ്ങനെ പറഞ്ഞിരുന്നു, മോളെ നിൻ്റെ വിവാഹപ്രായം അടുക്കുന്നു, നിനക്കൊരു വരനെ വേണം. അപ്പോൾ ആഞ്ചല പറഞ്ഞ, അമ്മേ
ഞാൻ എൻ്റെ ജീവിതം കർത്താവിനായിട്ട് എന്നെ സമർപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് വേണ്ടി വേറൊരു വരനെ അമ്മ അന്വേഷിക്കേണ്ട, കർത്താവായിരിക്കും എൻ്റെ ജീവിതസഖി. ഞാൻ അവനായി എന്നെ തന്നെ സമർപ്പിച്ചു. അപ്പോൾ അമ്മ ഉറപ്പിച്ചു, ഇനി മോളോടൊന്നും പറയണ്ട. മോളെ ദൈവത്തിന് സമർപ്പിച്ചിട്ട് അമ്മ തൻ്റെ മരണക്കിടക്കയിൽ നിന്ന് തൻ്റെ ജീവനെ സ്വർഗത്തിലേക്ക് സമർപ്പിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ഈ അമ്മ മരിക്കാറായപ്പോൾ അമ്മയുടെ ആങ്ങളയോട്, അതായത് ആഞ്ചലയുടെ അങ്കിളിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി മക്കളെ, ഈ മോളെ നിങ്ങൾ നോക്കണം, ആങ്ങളെ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്നേഹമുള്ള അങ്കിള് ആഞ്ചലയെ വളർത്തുവാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അങ്കിളിൻ്റെ വീട്ടിലേക്ക് ആഞ്ചലയെ കൊണ്ടുപോയി. അവിടെ അമ്മ വീടാണത്. അവിടെ വീടിൻ്റെ അടുത്തൊരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ കർമ്മല മാതാവിൻ്റെ രൂപമുണ്ട്. അത് അമ്മ വീട്ടിൽ പോകുമ്പോഴെല്ലാം അമ്മ ആ രൂപം കാണിച്ചു കൊടുത്തിട്ട് മോളോട് പറയാറുണ്ട്, ആഞ്ചലേ നോക്കും, കണ്ടോ മാതാവ്. എന്നും മാതാവിൻ്റെ അടുത്ത് അങ്ങനെ പ്രാർത്ഥിച്ച് പരിചയമുള്ളത് കൊണ്ട് ഇപ്രാവശ്യവും അങ്കിളുടെ വീട്ടിൽ ചെന്നിട്ട് മാതാവിൻ്റെ അടുത്തേക്ക് ചെന്ന് ഇങ്ങനെ കൈകുപ്പി പിടിച്ച് നിന്നു. മാതാവേ, എന്നോട് സംസാരിക്കണമേ, അമ്മ എനിക്ക് അങ്ങയെപ്പറ്റി പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അപ്പം മാതാവ് അവിടെ നിന്ന് ദർശനത്തിലൂടെ എന്ന പോലെ സംസാരിക്കുകയാണ്. മകളെ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയെ ഏറ്റെടുത്തത് മുതൽ കാൽവരി വരെ തുടർന്നും ഈശോയോടൊപ്പം ഞാൻ സദാ ഉണ്ട്. എല്ലാ ക്ലേശങ്ങളും ഞാൻ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി, ഈശോയുടെ ദൗത്യത്തിന് വേണ്ടിയിട്ട് ഏറ്റെടുത്തു. അതുപോലെ മകളെ ആഞ്ചല, നീയും എന്നെ പോലെ എൻ്റെ മകൻ്റെ ദൗത്യങ്ങൾ ഏറ്റെടുക്കണം. അവൻ പറയുന്നത് നീ ചെയ്യണം, അവനു വേണ്ടി നീ ജീവിക്കണം. ആഞ്ചല, നീ ഭയപ്പെടേണ്ട, നിൻ്റെ അമ്മയായിട്ട് ഞാൻ കൂടെയുണ്ട്, ഞാൻ നിന്നെ സഹായിക്കും. ആഞ്ചലയ്ക്ക് ധൈര്യമായി. ആഞ്ചല പറഞ്ഞു, അമ്മയാണ് ഇനി എൻ്റെ അമ്മ, എനിക്കൊന്നും ഭയപ്പെടാനില്ല, അമ്മ എന്നെ നയിക്കും. അങ്ങനെ മാതാവിനോടുള്ള ഭക്തിയിൽ വളർന്നു. ഒപ്പം തന്നെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും. കുർബാനയ്ക്ക് പോകുമ്പോൾ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചത് നോക്കിയിട്ട്, കൂദാശവചനത്തിൻ്റെ നേരത്തൊക്കെ ഓസ്തിയിൽ നോക്കിയിട്ട് ഇങ്ങനെ എക്സ്റ്റസിയിൽ നിൽക്കും. ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എൻ്റെ ജീവൻ നിനക്കായിട്ട് സമർപ്പിക്കാനായിട്ട് ഞാനിങ്ങനെ കൊതിക്കുന്നു, ഞാൻ എന്നെ തന്നെ നിനക്ക് നൽകുന്നു. ദിവസവും പ്രാർത്ഥിക്കുന്ന സ്വഭാവം, ഒപ്പം തന്നെ അയൽവക്കത്തുള്ള ആ വീട്ടിൽ, അങ്കിളിൻ്റെ വീട്ടിൽ നിന്നിട്ട് അടുത്തുള്ള പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കുന്ന സ്വഭാവം. അടുത്തുള്ള വീടുകളിലേക്ക് പോകും. പ്രാർത്ഥിക്കുമ്പോഴും ആഞ്ചലയുടെ പ്രത്യേകത വളരെ സന്തോഷവതിയാണ്. പ്രാർത്ഥിക്കുന്നുവെന്ന് വെച്ച് മൗനമായിട്ട് ഇരിക്കുന്നൊന്നുമില്ല. എല്ലാവരോടും സൗഹൃദപരമായിട്ട് ഇടപെടും. ആർക്കെല്ലാം എന്തെല്ലാം വേണോ അതെല്ലാം ചെയ്തു കൊടുക്കും. എല്ലാവരുടെ കാര്യങ്ങളിലേക്കും അവരുടെ സ്വന്തം എന്ന പോലെ ചെന്ന് ചേരുവാനും ഇടപെടുവാനുമുള്ള വലിയൊരു കഴിവുണ്ട്. കണ്ട ചെറുതാണെങ്കിലും വളരെ ആക്റ്റീവാണ്. നേതൃത്വ പാടവത്തോടെ എല്ലാം ചെയ്യാനുള്ളൊരു കഴിവുമുണ്ട്. അപ്പോൾ അങ്ങനെ കൊച്ചു കൊച്ചു സഹായങ്ങളെല്ലാം ചെയ്ത് അങ്ങനെ ചെയ്തുകൊണ്ട് നടക്കുമ്പോൾ വീണ്ടും മനസ്സിൽ ആഗ്രഹം, കർത്താവേ, എന്നെക്കുറിച്ചുള്ള നിൻ്റെ പ്ലാൻ എന്താ, ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്, എനിക്ക് വെളിപ്പെടുത്തി തന്നാലല്ലേ എനിക്ക് ചെയ്യാൻ പറ്റൂ, എന്നോട് പറയണമേ. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദർശനം കിട്ടുകയാണ്. കണ്ണടയ്ക്കുമ്പോൾ കാണുന്നു ഒരു ഗോവണി, സ്വർഗത്തിൽ നിന്നൊരു ഗോവണി താഴേക്ക്. ഈ ഗോവണിയിൽ നിന്ന് കുറേ യുവതികൾ, കുട്ടികൾ ഇങ്ങനെ കയറി സ്വർഗത്തിലേക്ക് പോകുന്നു. സന്തോഷത്തോടുകൂടെ, ഉല്ലാസത്തോടുകൂടെ അവർ ചരിക്കുന്നു. മാലാഖമാർ സന്തോഷ കീർത്തനങ്ങൾ ആലപിക്കുന്നു. എവിടെയും ഒരു സന്തോഷം. അപ്പോൾ ആഞ്ചലയ്ക്ക് തോന്നി, ഇതൊരു ദൈവിക ഇടപെടലാണ്. ഈ കയറിപ്പോകുന്നത് ഈ നാടിൻ്റെ യുവതികളാണ്. അപ്പോൾ എന്നെ ഈ നാട്ടിലുള്ള യുവതികൾക്കായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് വിളിക്കുന്നു. അങ്ങനെ തന്നെ സമർപ്പിക്കുകയാണ്. ഉടനെ ഈ കാര്യം അടുത്തുള്ള കുറച്ച് പേരോടും കൂടി പറഞ്ഞത്, എനിക്കിങ്ങനെ ഒരു കൂട്ടുകാരോടൊക്കെ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു ദർശനം, ഒരു കർത്താവിൻ്റെ ഒരു പ്രചോദനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രചോദനം കിട്ടിയപ്പോൾ അന്ന് ഇനി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ആ നാട്ടിൽ പാരൻസ് ഒന്നും അധികമായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ധാർമ്മികമായിട്ടും ബൗദ്ധികമായിട്ടും അധപതിക്കുകയാണ്. ഒരു വളർച്ചയില്ല, ഒന്നിലൊരു പ്രചോദനമില്ല. കുട്ടികളുടെ എല്ലാം ക്രിയാത്മകമായിട്ടുള്ള കഴിവുകളൊന്നും വളരുന്നില്ല, മൂല്യങ്ങളില്ല, വിശ്വാസമില്ല. അങ്ങനെ കാണുന്നതാണ്, ആഞ്ചലയ്ക്ക് കാണാം മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളിൽ. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ഇവരെ കത്തോലിക്ക വിശ്വാസത്തിൽ അടിയുറച്ച ഒരു വിദ്യാഭ്യാസം കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ആരംഭം കൊടുക്കുകയാണ്. അപ്പോൾ എങ്ങനെ അത് ചെയ്യും?
പാവം യുവതികൾ, തങ്ങളെ കൊണ്ട് എന്തു പറ്റും, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എങ്കിലും തങ്ങൾക്കുള്ള വലിയ മനസ്സിനെ ദൈവത്തിന് കൊടുത്തു. അപ്പോൾ അവർ തമ്മിൽ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. വീട്ടിൽ, അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ചുറ്റുമുള്ള കുട്ടികളെയൊക്കെ വിളിച്ച് ഞാനിത് ഇത്ര നാൾ ചെയ്ത പോലെ ഞാൻ തുടരാം. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീട്ടിൽ ചുറ്റുപാടുള്ള കുട്ടികളെയൊക്കെ വിളിച്ച് പഠിപ്പിക്കുക. നമുക്ക് ആ കുട്ടികൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കണമെന്നുള്ളത് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ട് നമുക്ക് ചർച്ച ചെയ്ത് പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ചെയ്യാം. അപ്പം അങ്ങനെ ഓരോ വീടുകളിലും പല പല യുവതികൾ ഇതുപോലെ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഈ വാർത്ത കേട്ടപ്പം, ഇത് കണ്ടപ്പം പാരൻസിനൊക്കെ ഭയങ്കര ഇഷ്ടമായി. കുട്ടികളിലൊക്കെ വ്യത്യാസം, സ്വഭാവത്തിനൊക്കെ വ്യത്യാസം, അവർ തന്നെ നന്മയിൽ വളരുന്നു, അവർ തന്നെ കൂടുതൽ കൂടുതൽ ഊർജ്ജസ്വലരാകുന്നു, നാടിൻ്റെ തന്നെ ഒരു നന്മയായിട്ട് മാറി. ഇതറിഞ്ഞിട്ട് അടുത്ത നാട്ടിൽ പ്രഷ്യയിലെ നഗരാധിപൻ പറഞ്ഞു, ലംബാഡിയിൽ നടക്കുന്നത് പോലെ ഇവിടെയും കുട്ടികളെ പഠിപ്പിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരാൻ, നിങ്ങൾ വരണം. അങ്ങനെ ആഞ്ചലയെ ആ സ്ഥലത്തേക്ക് വിളിക്കുകയാണ്. തുടർന്ന് പ്രഷ്യയിലാണ് കൂടുതലായിട്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അവരെല്ലാവരും ഒരുമിച്ച് കൂടി ചർച്ച ചെയ്ത് കാര്യങ്ങൾ, അപ്പോൾ എല്ലാം വേണ്ട പിന്തുണയും നഗരാധിപരെല്ലാം കൊടുത്തു. എന്തൊക്കെ സിലബസിൽ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ മുന്നേ തീരുമാനിച്ചു. എല്ലാം പള്ളിയെ കേന്ദ്രീകരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആദ്യം ഇവർക്കൊരു വീട് കിട്ടണമല്ലോ. ഒരു വീട് കിട്ടാൻ വേണ്ടി നോക്കിയപ്പോൾ ഒരു വിധവ അവിടെയുണ്ട്. ആ വിധവയ്ക്ക് 2 മക്കളുണ്ടായിരുന്നു, അവരും മരിച്ചുപോയി. അപ്പോൾ ഈ വിധവയോട് ചെന്ന് ആഞ്ചല പറഞ്ഞു, നമുക്ക് ഇവിടെ തുടങ്ങിയാലോ. കാതറിൻ എന്നാണ് ആ വിധവയുടെ പേര്. അപ്പോൾ ഈ കാതറിൻ എന്ന് പറഞ്ഞ വിധവയ്ക്ക് ദേഷ്യം വന്നു. എന്ത് പഠിപ്പിക്കാൻ, എന്ത് വിശ്വാസം പഠിപ്പിക്കാൻ? കണ്ടില്ലേ എൻ്റെ ജീവിതം, എൻ്റെ ഭർത്താവും മരിച്ചു, മക്കളും മരിച്ചു, പിന്നെ ഇനി എന്ത് വിശ്വാസം അവർക്ക് കൊടുക്കുന്നത്, ആരെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്? അങ്ങനെ ചൂടായി കാതറിൻ. അപ്പോൾ ആഞ്ചല പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദരി ചേച്ചി, എൻ്റെ ജീവിതം കണ്ടോ, എനിക്ക് ആരുമില്ല, എല്ലാം പോയി, എല്ലാവരെയും ദൈവം വിളിച്ചു. അവർ ദൈവത്തിൻ്റെ അടുത്താണ്, ദൈവത്തിന് പ്രിയപ്പെട്ടവരായതുകൊണ്ട് അവരെ ദൈവം കൊണ്ടുപോയി. അപ്പം സ്നേഹമുള്ളത് കൊണ്ടാണ് അവരെ കൊണ്ടുപോയത്, അതുകൊണ്ട് ഭയപ്പെടേണ്ട. നമ്മിൽ ദൈവം കഴിവുകൾ തന്നിട്ടുണ്ട്, നമ്മിലൂടെ എന്തെല്ലാമോ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഈ കാതറിനെ ബലപ്പെടുത്തി. അങ്ങനെ കാതറിനും ഈശോയിലേക്ക് വളർന്നു, വിശ്വാസത്തിൽ വളർന്നു, ആഴപ്പെട്ടു, സങ്കടങ്ങളെല്ലാം മാറി. അപ്പോൾ ഇവരെല്ലാം ഒത്തൊരുമിച്ച് ഈ കാതറിൻ്റെ വീട്ടിലാണ് പിന്നീട് ഈ പഠനങ്ങളെല്ലാം നടക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരം കിട്ടി. അപ്പോൾ ആഞ്ചലോ മെറീച്ചയ്ക്ക് പൊതുവേ വിശുദ്ധരെല്ലാം ഭയങ്കര ഇഷ്ടമാണ്, രക്തസാക്ഷികളൊക്കെ സന്ദർശിക്കും. ഒസന്ന എന്ന് പറഞ്ഞൊരു വിശുദ്ധ, ആ വിശുദ്ധയുടെ കബറിടം സന്ദർശിക്കാനായിട്ട് ഒരു അവസരം കിട്ടി. അങ്ങനെ അവിടെ പോയിരുന്നു പ്രാർത്ഥിച്ചു. അപ്പോഴാണ് വിശുദ്ധ സ്ഥലവും സന്ദർശിക്കാനുള്ള ഒരു അവസരം ഒത്തുകിട്ടിയത്. കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ്, ഈശോ ജനിച്ച് വളർന്ന സ്ഥലം എനിക്ക് കാണണം. ബൈബിളിലെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട് ഈശോ ജനിച്ചത്, വളർന്നത്, പീഡാനുഭവങ്ങൾ, എല്ലാ രംഗങ്ങളും ഞാൻ വായിക്കുന്നുണ്ട്, ഈശോയോടൊപ്പമാണ് ഞാൻ. പക്ഷെ എൻ്റെ ഈശോയുടെ ആ സ്വന്തം സ്ഥലങ്ങൾ, ജീവിച്ച് വളർന്ന ആ സ്ഥലങ്ങൾ, ജനിച്ച് വളർന്ന ആ സ്ഥലങ്ങൾ എനിക്ക് കാണണം. അവിടുന്ന് ആ ഈശോയുടെ സ്നേഹം എനിക്ക് ഒപ്പിയെടുക്കണം, എന്നെ തന്നെ ഈശോയ്ക്കായിട്ട് സമർപ്പിക്കണം. അങ്ങനെ പറഞ്ഞ് ഒരു ഗ്രൂപ്പിനോടൊപ്പം വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിക്കാനായിട്ട് പോയി. കപ്പലിലാണ് യാത്ര. കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ ക്രേറ്റോ എന്ന സ്ഥലത്ത് വെച്ച് പെട്ടെന്ന് ആഞ്ചലയുടെ കണ്ണിൻ്റെ കാഴ്ച തനിയെ അങ്ങ് നഷ്ടപ്പെട്ടു. പെട്ടെന്ന് പറഞ്ഞിരിക്കുക തന്നെയാണ് ആ കണ്ണിൻ്റെ കാഴ്ച, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കൂടാതെ. അപ്പോൾ എല്ലാവരും ഇതറിഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ആഞ്ചല, ഇനി കണ്ണ് കാണുന്നില്ലെങ്കിൽ പിന്നെ നീ വിശുദ്ധ സ്ഥലത്തേക്ക് പോകണ്ട, തിരിച്ചു പൊക്കോ. എല്ലാവരും കൂടെ നിരുത്സാഹപ്പെടുത്തി. അപ്പോൾ ഈ ആഞ്ചലയ്ക്ക് വളരെ ഉറച്ച മനസ്സാണ്, ഒരു കാര്യം തീരുമാനിച്ചാൽ അത് ചെയ്തിരിക്കും. ദൈവത്തിൽ അടിയുറച്ച വിശ്വാസമാണ്. എപ്പോഴിടയ്ക്ക് പറയും, ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തിനും സാധിക്കും. അതുകൊണ്ട് കണ്ണ് കാണുന്നുണ്ടോ കാണുന്നില്ലേ എന്നൊന്നും നോക്കണ്ട, ഞാനും നിങ്ങളുടെ കൂടെ വരുന്നു എന്ന് പറഞ്ഞ് ആ കാണാത്ത കണ്ണിൻ്റെ ഉൾക്കാഴ്ച കൊണ്ട് വിശുദ്ധ സ്ഥലത്തേക്ക് പോയി. ഓരോ സ്ഥലത്തും ചെന്ന് അവിടെ ഈശോയെ കണ്ടാൽ എന്ന വണ്ണം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. സന്തോഷത്തോടു കൂടെ തന്നെ തിരിച്ചു വന്നു. തിരിച്ച് കപ്പലിൽ തന്നെ ഈ ക്രേത്തയിലെത്തിയപ്പോൾ അവിടെ വെച്ചാണ് കാഴ്ച നഷ്ടപ്പെട്ടത്. അവിടെ വെച്ച് തന്നെ അവിടെയുള്ള ഒരു ക്രൂശിത രൂപത്തിന് മുമ്പിൽ വെച്ചിട്ട് വീണ്ടും പ്രാർത്ഥിച്ചു, കർത്താവേ, നീ ആഗ്രഹിക്കുന്നത് പോലെ നടക്കട്ടെ,
ഇവിടെ വെച്ചാണ് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടത്. അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്കത് വീണ്ടും തരിക, നിൻ്റെ ഇഷ്ടം പോലെ. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അല്പസമയത്തിനുള്ളിൽ അത്ഭുതകരമായിട്ട് കാഴ്ച വീണ്ടും ലഭിച്ചു. അപ്പോൾ ഇതൊരു ഉൾക്കാഴ്ചയായിരുന്നു വീണ്ടും. അപ്പോൾ ആഞ്ചല വിചാരിച്ചു, ദൈവം എനിക്ക് ഈ ഒരു അനുഭവം തന്നത് കാഴ്ചകൾ നഷ്ടപ്പെട്ട മനുഷ്യർക്ക്, യഥാർത്ഥമായ ആത്മീയമായിട്ടുള്ള കാഴ്ചകൾ നഷ്ടപ്പെട്ട മനുഷ്യർക്ക് ആ കാഴ്ചകൾ പകർന്നു കൊടുക്കാൻ എന്നെ വിളിക്കുന്നു എന്നുള്ളതിൻ്റെ വീണ്ടും ഒരു യഥാർത്ഥമായ ഒരു ലക്ഷണമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനുഭവമാണ് ഈ ഒരു അനുഭവം. വീണ്ടും തൻ്റെ വിളിയോ ഒന്നുകൂടി ഉറപ്പിച്ചു. താൻ എന്തായാലും ഇവർക്ക് വേണ്ടിയിട്ട്, യുവതികൾക്ക് വേണ്ടിയിട്ട് അർപ്പിക്കാനായിട്ട് ഉറപ്പിച്ചിരിക്കുന്നു. എന്ത് ത്യാഗം സഹിച്ചു അത് ചെയ്യും, വേണ്ട നടപടികൾ ചെയ്യും. തുടർന്ന് ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ 1525 അവിടെ റോമിൽ ജൂബിലി വന്നു. അന്ന് ദണ്ഡവിമോചനം പ്രാപിക്കാനായിട്ട് റോമിലേക്ക് എല്ലാവരും തീർത്ഥയാത്രയ്ക്ക് പോകുന്നതാണ്. അപ്പോൾ ആഞ്ചലയും അവിടേക്ക് വിളിക്കപ്പെട്ടു. അപ്പോൾ ക്ലെമന്റ് ഏഴാമൻ പാപ്പ ആഞ്ചലയുടെ വിശേഷങ്ങൾ കേട്ടിട്ടുണ്ട്. ഇറ്റലിയിൽ ആഞ്ചല നടത്തുന്ന പ്രവർത്തനങ്ങൾ, ആ നാട്ടിൽ വരുത്തുന്ന വ്യത്യാസങ്ങൾ, അവിടെയുള്ള കൂട്ടുത്തരവാദിത്തപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും ആളുകളുടെ നല്ല അഭിപ്രായത്തെ പറ്റിയെല്ലാം പാപ്പ അവിടെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആഞ്ചല വന്നപ്പോൾ ക്ലെമന്റ് പാപ്പ ആഞ്ചലയോട് പറഞ്ഞു, നിങ്ങൾ അവിടെ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടു. ഇവിടെ റോമിൽ നേഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോൺഗ്രിഗേഷനുണ്ട്. അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ താമസിക്കുകയാണെങ്കിൽ ഞാൻ എല്ലാ സൗകര്യവും ചെയ്തു തരാമെന്ന് പാപ്പ പറഞ്ഞു. ഇത് സന്തോഷത്തോടും എളിമയോടും കൂടെ ഇത് സ്വീകരിച്ചു. പക്ഷെ തൻ്റെ ഉള്ളിൽ ഇതല്ല തൻ്റെ വിളി എന്നുള്ളൊരു തീവ്രമായിട്ടുള്ള അനുഭവമുള്ളത് കൊണ്ട് പാപ്പയോട് വിനയപൂർവ്വം പറഞ്ഞു, പാപ്പ ഞാനത് സ്വീകരിക്കുന്നു, പക്ഷേ ദൈവം എന്നിൽ നിന്ന് എന്താണോ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഞാൻ എന്നെ സമർപ്പിച്ചോട്ടെ. അങ്ങനെ പോപ്പിൻ്റെ തന്നെ അനുമതിയോടെ തിരിച്ച് നാട്ടിലേക്ക് വന്നു. റോമിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ എങ്ങനെയാണ് സ്ഥാപനങ്ങളുടെ എല്ലാം സംഘടനാത്മകമായ രൂപഭാവങ്ങൾ എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് ഇവരുടെ ഈ ഒരു കോൺഗ്രിഗേഷൻ പോലെ സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്ന ആ കാലഘട്ടത്തിൽ ആദ്യമായിട്ടാണ് അത് അവിടെ നടത്തുന്നത്. അതിനു മുമ്പ് മധ്യ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു മധ്യസ്ഥയായിട്ട് അറിയപ്പെടുന്ന വിശുദ്ധ ഉർസുലയുണ്ട്. അപ്പോൾ ആ ഉർസുലയുടെ മധ്യസ്ഥത്താൽ തന്നെ, ആ ഉർസുലയുടെ നാമത്തിൽ തന്നെ തൻ്റെ കോൺഗ്രിഗേഷൻ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുവരെ അധികം പേരില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ അന്ന് ഒരു 12ഓളം പേരെ കിട്ടി. അവർ ഒരുമിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു, നമുക്കൊരു സെക്യുലർ സ്ഥാപനമായിട്ട് ഇത് തുടങ്ങാം. അപ്പോൾ നമ്മളെല്ലാം ആ സംഘടനയിലെ സ്ഥാപനത്തിലെ അംഗങ്ങളാണ്. നമ്മൾ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരുമിച്ച് താമസിക്കുന്നില്ല, സെക്യുലറാണ്. നമുക്ക് സ്വതന്ത്രമായിട്ട് നമ്മൾ എവിടെയാണോ അവിടെ പ്രവർത്തിക്കാം. പക്ഷെ നമുക്ക് പ്രത്യേകമായിട്ടുള്ള യൂണിഫോം ഇല്ലെങ്കിലും ഒരുവിധം ഒരു മാന്യമായ സന്യാസത്തിന് ചേർന്ന വസ്ത്രങ്ങൾ, ഒരു കറുപ്പ് നിറത്തിലുള്ള അതിന് ചേരുന്ന വസ്ത്രം നമുക്ക് ധരിക്കാം. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ വസ്ത്രത്തോടൊക്കെ ചേരുന്ന ആ രൂപയൊക്കെയുള്ള വസ്ത്രം നമുക്ക് ധരിക്കാം. കാരണം ആഞ്ചല ഫ്രാൻസിസ്കൻ 3-ാം സഭയിലെ അംഗം കൂടിയായിരുന്നു തൻ്റെ ഇടവകയിൽ. അപ്പോൾ ആ ഒരു ചൈതന്യമുണ്ട്. അതുപോലെ തന്നെ അവർക്ക് വ്രതം അവർ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവർ പ്രത്യേകമായിട്ട് അനുഷ്ഠിക്കുന്നില്ലെങ്കിലും അവരുടെ ജീവിത രീതി മറ്റു സന്യാസികളെ പോലെ തന്നെ ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം എന്നിവ അവർ സ്വതന്ത്രമായിട്ട് അനുസരിച്ചിട്ട് തന്നെയാണ്, അത് അനുഷ്ഠിച്ചിട്ട് തന്നെയാണ് അവർ ജീവിക്കുന്നത്. വ്യക്തമായ നിയമാവലിയും ആഞ്ചല അവർക്ക് വേണ്ടിയിട്ട് എഴുതി. അങ്ങനെ തീക്ഷ്ണതയോടുകൂടെ ഈ സഭ മുന്നോട്ട് പോവുകയാണ്. വ്യക്തമായ കാര്യങ്ങൾ ഇവരോട് പറഞ്ഞു. നമ്മൾ ജീവിക്കുന്നത് ഇന്നത്തെ സമൂഹത്തെ ഒരു പടി കൂടി നന്നാക്കുവാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ട് പാരമ്പര്യങ്ങളെയും നമ്മൾ അറിയണം, സഭയുടെ ചരിത്രങ്ങൾ നമ്മൾ അറിയണം, മൂല്യങ്ങളെയും നമ്മൾ അറിയണം. അതിനെല്ലാം ഒത്തൊരുമിച്ച് പുതിയൊരു കാലഘട്ടത്തെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരെയും ഒരുക്കുന്നത്. ഒരു കുടുംബം നന്നാകണമെങ്കിൽ വ്യക്തികൾ നന്നാകണം. അപ്പോൾ ആ നാളത്തെ കുടുംബമായ ഇന്നത്തെ യുവതലമുറ അവർക്ക് വേണ്ട മൂല്യങ്ങൾ കിട്ടിയാലേ നാളെ അവർ നന്നായിട്ട് വളരുകയുള്ളൂ. നാളെ ദൈവത്തിനും ലോകത്തിനും ഉപകാരപ്പെടുന്ന ജനമായിട്ട് അവർ തീരുകയുള്ളൂ. അപ്പോൾ അവരുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് എന്തെല്ലാം വേണമോ അതെല്ലാം നമുക്ക് അവർക്ക് കൊടുക്കണം. അങ്ങനെ വ്യക്തമായ കാര്യങ്ങളോടുകൂടെ ധാരണയോടുകൂടെ ഈ സഭ മുന്നോട്ട് പോയി. എല്ലാത്തിനും നേതൃത്വം വഹിച്ചത് ആഞ്ചലയാണ്. ബാക്കി എല്ലാവരും കൂടെയുണ്ട്.
അങ്ങനെ അംഗങ്ങൾ കൂടി ആ കാലഘട്ടത്തിൽ തന്നെ ആഞ്ചല ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഏകദേശം 30ഓളം കമ്മ്യൂണിറ്റികൾ ഇതുപോലെ രൂപപ്പെട്ടു. 1535 ആദ്യമായിട്ട് ഇവർ ഒരുമിച്ചൊരു രൂപം കൊടുത്തത് ഈ സഭയ്ക്ക്, ഉർസുലൻ സഭ എന്ന പേരിൽ. 1540 തൻ്റെ 66-ാമത്തെ വയസ്സിൽ, ഇതിൻ്റെ പ്രത്യേകത 60 വയസ്സുള്ളപ്പോഴാണ് ഈ കോൺഗ്രിഗേഷനായിട്ട് അവർ രൂപം കൊടുത്തത്. ചെറുപ്രായത്തിൽ 10-26 വയസ്സ് മുതൽ ഈ പ്രവർത്തനം തുടങ്ങിയെങ്കിലും 60-ാം വയസ്സിലാണ് ഒരു കോൺഗ്രിഗേഷൻ ആക്കാനുള്ള ഒരു തീരുമാനം തന്നെ എടുത്തത്, അങ്ങനെ രൂപപ്പെടുത്തിയത്. 66-ാം വയസ്സിൽ 1540 ജനുവരി 27-ാം തീയതി രോഗക്കിടക്കയിൽ കിടന്നുകൊണ്ടിരുന്ന ആഞ്ചല തൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. അപ്പോൾ ആഞ്ചല മരണപ്പെടുന്നതിന് മുൻപ് തൻ്റെ കൂട്ടു സഹോദരികൾ വിഷമിച്ചു, ഇനി ആഞ്ചലെ സഹോദരി പോയാൽ എങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പോവുക? അപ്പോൾ ആഞ്ചല പറഞ്ഞു, വിഷമിക്കേണ്ട, ഇപ്പോൾ ഈ ഭൂമിയിലിരുന്ന് നമ്മളൊക്കെ ഒരുമിച്ച് എൻ്റെയും കൂടി സഹായത്തോടു കൂടി എങ്ങനെയാണോ നമ്മൾ മുന്നോട്ട് പോകുന്നത്, അതിനേക്കാൾ ഇരട്ടി എല്ലാം കണ്ടുകൊണ്ട് സ്വർഗത്തിലിരുന്ന് ഞാൻ നിങ്ങളെ സഹായിക്കും, ഭയപ്പെടേണ്ട, എല്ലാ കാര്യത്തിലും ഞാൻ കൂടെയുണ്ട്, ദൈവം നമ്മുടെ എല്ലാ പ്രവർത്തനത്തെയും അനുഗ്രഹിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ അനുഗ്രഹവും കൊടുത്തുകൊണ്ടാണ് തൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചത്. തുടർന്ന് ഈ ഉർസുലൻ സഭ വീണ്ടും വേറെ രൂപം പ്രാപിച്ചു. സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സാധാരണ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് മാറ്റപ്പെട്ടു. അങ്ങനെ ഓരോ രൂപഭാവങ്ങൾ ഓരോ കാലഘട്ടം ചെല്ലുന്തോറും മാറി. ഉർസുലൈൻ സഭയാണ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ആദ്യകാല സഭ. പ്രിയപ്പെട്ടവരെ, തൻ്റെ ഒന്നുമില്ലായ്മയിൽ നിന്നും, തൻ്റെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും, ഒന്നുമല്ല, ദൈവത്തിന് തന്നെക്കുറിച്ചുള്ള ഒരു പ്ലാനുണ്ട്, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നറിഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതത്തെ മുഴുവനും ദൈവത്തിന് സമർപ്പിച്ച് ഒരു കാലഘട്ടത്തിൻ്റെ എല്ലാ കാലഘട്ടങ്ങളുടെ എല്ലാം ഒരു പ്രവാചകയായി തീർന്ന വിശുദ്ധ ആഞ്ചല മെറിസി നമുക്കെല്ലാവർക്കും വലിയ മാതൃകയാണ്. എല്ലാ വിദ്യാർത്ഥികളുടെയും മധ്യസ്ഥയാണ്, എല്ലാ അധ്യാപകരുടെയും മധ്യസ്ഥയാണ്, പാവപ്പെട്ടവരുടെ, ഒന്നുമില്ലാത്തവരുടെ മധ്യസ്ഥയാണ്, ജീവിതത്തിൽ തഴയപ്പെടുന്നവരുടെ മധ്യസ്ഥയാണ്. ഏതെല്ലാം മേഖലകളിലാണോ വിശുദ്ധരുടെ മധ്യസ്ഥം നമുക്ക് ആവശ്യമുള്ളത്, ആ മേഖലകളിലെല്ലാം ആഞ്ചല മെറിസ നമ്മെ സഹായിക്കാനായിട്ട് തയ്യാറാണ്. എല്ലാവരെയും ഒരു കോൺഗ്രിഗേഷൻ സ്ഥാപിക്കാനോ പുതിയ പുതിയ കാൽവെപ്പുകൾ എടുക്കുവാനോ ഒന്നും വിളിക്കുന്നുണ്ടാകില്ല. പക്ഷേ നാം ആയിരിക്കുന്ന ചുറ്റുപാടിൽ നമ്മുടെ മുമ്പിലുള്ള സഹോദരങ്ങൾക്ക് എന്തെങ്കിലും നന്മ ചെയ്തുകൊണ്ട് അവരുടെ ആവശ്യത്തിനനുസരിച്ച് അവരെ ദൈവത്തിലേക്ക് വളർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ രാജ്യത്തിന് മഹത്വമേകാനായിട്ട്, മനുഷ്യൻ്റെ നന്മയെ കൂടുതൽ കൂടുതൽ മഹത്വകരമാക്കാനായിട്ട് ദൈവം നമ്മെ വിളിക്കുന്നു. ദൈവമേൽപ്പിച്ച ചെറിയ ഉത്തരവാദിത്തങ്ങളും വലിയ ഉത്തരവാദിത്തത്തോടെ ചെയ്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. മനുഷ്യരുടെ നന്മ കുറച്ചുകൂടി നമുക്ക് ഉയർത്താം. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.